ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് വലിയൊരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് ഏകദേശം 700 പോയിന്റ് ഗ്യാപ് ഡൗൺ ആണ്, നെഗറ്റീവ് ട്രേഡ് ചെയ്യാണ്. നസ്ഡാക്ക് 479 പോയിന്റ് മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 112 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും വലിയൊരു ഗ്യാപ് ഡൗൺ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 100 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഒരു ഗ്യാപ് ഡൗൺ അറൗണ്ട് ഒരു 100 പോയിന്റ് എങ്കിലും ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം. 70 to 100 പോയിന്റിനുള്ളിൽ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ തന്നിട്ടുള്ള ഒരു ലെവല് നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് 71,734, 71,997, ഏകദേശം 72,000 അടുത്താണ്. ഫിബ് വെച്ചിട്ട് നമുക്ക് ഫിബ് അല്ല, അവിടെ ഫിബ് ആണ് അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ കൂടിയാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരുപാട് വട്ടം നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ട്. 72,000 ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്ന 73 ആണ്. ഒരു 1000 പോയിന്റ് കൂടെ താഴെ വന്നിട്ട് സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും ഏകദേശം നമുക്ക് ഉള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് 21,672, 21,772 ആണ്. ഏകദേശം ഒരു 300-400 പോയിന്റ് കൂടി താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്. അതും നേരത്തെ നമുക്ക് ഇവിടെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് ഇവിടെ പലവട്ടം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അടുത്തൊരു സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ കിട്ടാനാണ് സാധ്യത വളരെ കൂടുതൽ. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മാർച്ച് മുതൽ ഒരു കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഏറ്റവും നല്ല ട്രേഡർമാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ വകയായിട്ട് ഒരു മൊമെന്റോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് സ്വന്തമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് എന്നുള്ളത്. അത് നോക്കി പഠിച്ച് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പോയി കോൾ എടുത്തിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കോളുകൾ എടുത്തിട്ടോ, മറ്റുള്ള ഏതെങ്കിലും സ്ട്രാറ്റജി വെച്ചിട്ടോ, അല്ലെങ്കിൽ കറക്കി കുത്തി പ്രോഫിറ്റ് എടുക്കുന്ന അങ്ങനെയുള്ളവർക്കല്ല, സ്വന്തമായിട്ട്. കാരണം നാളെ ഈ ഗ്രൂപ്പോ ചാനലുകളോ ഒന്നുമില്ലെങ്കിലും സ്വന്തം കാലിൽ ട്രേഡ് ചെയ്ത് വിജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അപ്പം സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ച് ട്രേഡ് എടുക്കുന്നവരെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇന്ന് തൊട്ടാണ്, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിന്റെ ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് തൊട്ടാണ് അത് കൃത്യമായിട്ട് മാർച്ചിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9 പേരാണ് ഗ്രൂപ്പിൽ ഉള്ളത്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 9 പേരായിരുന്നു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഈ ഗ്രൂപ്പിൽ ഞാൻ ഒരു അപ്ഡേഷൻസും കൊടുക്കാറില്ല. പലരും ഈ ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ 4 ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ആ 4ഉം കംപ്ലീറ്റ് ചെയ്തവരെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനപ്പുറത്ത് ഇതിനകത്ത് ഞാൻ വേറെ ഒരു മെസ്സേജും ട്രേഡിംഗ് സമയത്ത് വേറെ ഒരു കോളുകളോ എൻ്റെ അനാലിസിസോ ഒന്നും ഈ ഗ്രൂപ്പിനകത്ത് കൊടുക്കാറില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് കോൾ കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു അപ്ഡേഷൻസും കൊടുക്കാറില്ല ഞാൻ. ഏകദേശം 9 പേരാണ്. അതിൽ 7 പേരും പ്രോഫിറ്റിലാണ് ഫസ്റ്റ് ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരാൾ ലോസിലായിരുന്നു, ഒരാൾ ട്രേഡ് ചെയ്തിട്ടില്ല. മൊത്തം 9 പേരാണ്. അപ്പം ഓരോരുത്തർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസം അവസാനം ഏറ്റവും മികച്ച ട്രേഡർമാർക്ക് നമ്മൾ മൊമെന്റ് കൊടുക്കും. അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം പഠിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ സീരീസ് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 4 ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മളിത് ട്രയൽ ഇട്ടിരുന്നതാണ്. ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു ശതമാനം എല്ലാവരും പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്യുന്നത് വീക്കിലി. ഇപ്പം നമ്മുടെ ഈ മാസം സ്റ്റാർട്ട് ചെയ്തതും 7 പേര്, മൊത്തം 9 പേരാണുള്ളത്. മൊത്തം 9 പേരിൽ 7 പേര് പ്രോഫിറ്റ്, ഒരാള് ലോസ്, ഒരാള് ട്രേഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം എന്ന് പറയുന്നത് വെറുതെ കറക്കി കുത്തിയിട്ടല്ല അവർ ട്രേഡ് എടുക്കുന്നത്. കൃത്യമായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് അതിലുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് അതിനനുസരിച്ച് മാത്രമാണ് അവർ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ഇതിൽ തന്നെ പ്രീ മാർക്കറ്റിൽ തന്നെ ഉൾപ്പെടുന്നതാണ്, അന്നുള്ള എല്ലാ അപ്ഡേഷൻസ്. അപ്പോൾ നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്ന് ക്യാഷ് മാർക്കറ്റ്, ഇന്നലെ ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ബൈയിങ് ആണ്. FIs ഏകദേശം 4,788 കോടിക്ക് സെല്ല് ചെയ്തപ്പോൾ 8,791 കോടിക്ക് സ്ട്രോങ് ഒരു ബൈയിങ് DIsന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മാർക്കറ്റ് കയറിയിട്ടില്ല.
ഏകദേശം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു മാർക്കറ്റ്. എന്നാലും നല്ലൊരു ബൈയിങ് ആണ് DISന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിലായതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഗ്യാപ് ഡൗണിനായിരിക്കും സാധ്യത. എന്നാലും മാർക്കറ്റ് റിക്കവർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയിൽ ഇന്നലെ ഈ 2 സോണ് നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് കിട്ടാണ്ട്, താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടാണ്ട് ട്രേഡ് എടുക്കരുത് എന്ന്. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു ഏരിയ ഫസ്റ്റ് സപ്പോർട്ട് 22,000 നമ്മുടെ കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ ചാർട്ടിൽ 22,000 എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടിനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. അപ്പം ഇവിടെ എത്തിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, മാർക്കറ്റ് താഴോട്ട് ഇത് ബ്രേക്ക്ഔട്ട് കിട്ടാണ്ട് എടുക്കരുതെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു ചാർട്ടിൽ ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് സോൺ വരച്ച് അങ്ങോട്ട് തന്നത്. ഇത് നമുക്കൊരു സപ്ലൈ സോൺ ആണ് 5 മിനിറ്റ്സിന്റെ. കൃത്യമായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് അനുസരിച്ച് ആ സീരീസിലുള്ള ക്ലാസ് വെച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ വരച്ചിടണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ പഠിച്ച് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് സ്വന്തമായിട്ട് വരച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 2 കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം ഇവിടെ ഒരു 5 മിനിറ്റ്സിന്റെ സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫിബ് അനുസരിച്ച് ഞാനിവിടെ ഇത് വരച്ചിട്ട് പറഞ്ഞാണ്, മുകളിലോട്ട് മാർക്കറ്റ് കയറി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ പറഞ്ഞതാണ്. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പഴയൊരു വീഡിയോയിൽ ചാർട്ട് വരയ്ക്കുന്നതിൻ്റെ ഈ ഫിബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈ ടു ലോ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് ഒരു 150 പോയിന്റിന് മുകളിൽ ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം 0.5 to 0.618 വെച്ചിട്ട് ബയേഴ്സ്, അതായത് മുകളിൽ നിന്ന് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നവർ ഇവിടെ വെച്ച് മാർക്കറ്റ് ആവറേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റ് ഇവിടെ ഒരു റിജക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു കയറാൻ സമയത്ത് തന്നെ ഞാനിത് വരച്ചിട്ട് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 2 കൺഫർമേഷൻ എനിക്കിവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഫിബിന്റെ 0.618ഉം പിന്നെ ഇതിൽ വന്നിട്ട് ഒരു സപ്ലൈ സോണും. അങ്ങനെ 2 കൺഫർമേഷൻ വെച്ചിട്ടാണ് പിന്നെ മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പറഞ്ഞാൽ, എന്നാലും ഒരു 50% ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോവാം. നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആണ്. നിഫ്റ്റിയിൽ നാരോ CPR ഏകദേശം 22 124 22 134 വരെയൊക്കെയാണ് CPR വരുന്നത്. 10 പോയിന്റിന്റെ CPR ഉള്ളൂ. താഴോട്ട് ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് ഗിഫ് നിഫ്റ്റി ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് സോൺ താഴോട്ട് വരയ്ക്കാത്തത്. സോറി. ഓക്കെ, ഫസ്റ്റ് സപ്പോർട്ട് 22.48 22.67. ഏകദേശം മിക്കവാറും നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ ഓപ്പണിങ്ങിന് സാധ്യത ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ നിന്ന് കൃത്യമായിട്ട് 21,978 21,995 ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം, ഈ ഏരിയയിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി, അതായത് ഇന്നലത്തെ ലോ വരുന്നത്, ഇന്നലത്തെ ലോ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റീടെസ്റ്റിന് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ 21,978 21,995 ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് കിട്ടുക നമ്മുടെ ഈ ഒരു ലെവലാണ്. മെനഞ്ഞാന്ന് ഇന്നലത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഈ ഒരു ലെവലാണ് 21,881 21,902. മാർക്കറ്റ് ഏകദേശം ഇതുവരെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു റിക്കവർ ഉണ്ടാകും, ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു റിക്കവർ കിട്ടും. അല്ല, ഇത് ബ്രേക്ക്ഔട്ട് ആണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇതുവരെ വന്നിട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് മാർക്കറ്റ് കയറാനുള്ള സാധ്യതയില്ല. നാരോ CPR ആണ്, മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കും. എങ്കിലും മുകളിലത്തെ ഒരു ലെവൽ കൂടെ തരാം. 22,251 22,267 മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ്, ഈ താഴത്തെ ഈ ഏരിയകളിലായിരിക്കും മാർക്കറ്റ് മൂവ്മെന്റിനുള്ള ഒരു സാധ്യത ഉള്ളത്. നമുക്ക് സെൻസെക്സിലോട്ട് പോവാം. സെൻസെക്സിലും നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു. ഫസ്റ്റ് സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറി 71 133 തൊട്ട് 222 വരെയാണ്, ഏകദേശം 100 പോയിന്റിന്റെ CPR ആണ്. ഇതിലും സെൻസെക്സിലും ഈ ഒരു ഏരിയയിൽ ഓപ്പണിങ്ങിന് സാധ്യത ഉണ്ട്. 72 608 72 665 മുതൽ 72 849 72 906
ഈ ഒരു ഏരിയയിലായിരിക്കും മിക്കവാറും സെൻസെക്സ് ഓപ്പൺ ആവാനുള്ള സാധ്യത ഉള്ളത്. ഇതിലും നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സപ്പോർട്ട് 72,305, 72,361 വരയ്ക്കും വരാൻ സാധ്യതയുണ്ട്. ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആണ്, അപ്പം കൃത്യമായിട്ട് നോക്കി ട്രേഡ് ചെയ്യുക. ഈ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 72,608, 72,665 ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300 പോയിന്റ് താഴോട്ട് വീണ്ടും ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.